റിട്ടയർഡ് റേസറെ വീണ്ടും ട്രാക്കിലേക്ക് ക്ഷണിക്കുന്ന, ലോകത്തെ മുഴുവൻ സിനിമാ പ്രേമികൾക്കും ഒരു കോക്പിറ്റ് എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന, ഒരു ടീമിന്റെ സ്വപ്നങ്ങൾക്കൊപ്പം കാഴ്ചക്കാരെ പറക്കാൻ വിടുന്ന സിനിമയായിരുന്നു F1. ഫോർമുല 1 റേസിംഗ് പശ്ചാത്തലത്തിൽ കൾട്ട് സ്റ്റാറ്റസ് നിലനിർത്തുന്ന നിരവധി ചിത്രങ്ങൾ ഇതിനു മുൻപ് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു കംപ്ലീറ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസിന്റെ വെയിറ്റേജ് അതിനുണ്ടായിരുന്നു. ചക്രങ്ങളുടെ കറക്കത്തോട് സിങ്ക്രണൈസ് ചെയ്തുകൊണ്ട് പ്രേക്ഷകന്റെ ഹൃദയം മിടിക്കുന്ന ഒരു കൊസിൻസ്കിയൻ രസതന്ത്രം. റിലീസ് ചെയ്ത് ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ ബ്രാഡ് പിറ്റ്, ജോസഫ് കൊസിൻസ്കി ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ നിന്നായി വാരിയത് $144 മില്യൺ, അഥവാ 1234 കോടി രൂപ. ഡൊമസ്റ്റിക് കളക്ഷൻ മാത്രം $55.6 മില്യൺ. 10ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഈ കണക്ക് $293 മില്യൺ തട്ടി നിന്നത്. തിയേറ്ററിൽ പ്രദർശനത്തിനെത്തി ഇക്കാലത്തിനിടെ ചിത്രം 300 മില്യണും റേസ് ചെയ്ത് നേടി. ആപ്പിളിന്റെ തന്നെ നിർമ്മാണത്തിലിറങ്ങിയ സാക്ഷാൽ മാർട്ടിൻ സ്കോർസേസി ഡികാപ്രിയോ ചിത്രം കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂണിന്റെയും റിഡ്ലി സ്കോട്ട് ചിത്രം നെപ്പോളിയന്റെയും ലൈഫ് ടൈം കളക്ഷനേക്കാളും ഇതിനകം മറികടന്നിട്ടുണ്ട് F1. റെക്കോർഡ് കണക്കിന് കളക്ഷൻ റെക്കോർഡുകൾ വാരി നിറച്ചിട്ടും ഒന്ന് ബ്രേക്ക് ഈവൻ ആകാൻ പോലും ചിത്രത്തിന് സാധിച്ചിട്ടില്ലെന്നതാണ് പുതിയ കണക്കുകൾ പറയുന്നത്. അതായത് an absolute cinema ever made എന്ന ആദരവുകൾക്കിടയിലും പ്രേക്ഷകരുടെ ഇടിച്ചു കയറ്റത്തിനിടയിലും ഒരു ചിത്രം പരാജയത്തെ ഭയക്കുന്ന കാഴ്ച. വിവിധ രാജ്യങ്ങളിലായി യഥാർത്ഥ ഫോർമുല റേസിംഗുകൾക്കിടയിൽ പോലും ചിത്രീകരിച്ചിരിക്കുന്ന F1ന്റെ ആകെ ബജറ്റ് $250 മില്യൺ ആണ്. അതിനു പുറമെ $100 മില്യൺ ചിത്രത്തിന്റെ മാർക്കറ്റിംഗിന് മാത്രമായി ആപ്പിൾ സ്റ്റുഡിയോസും സഹനിർമ്മാതാക്കളും ചേർന്ന് ചിലവഴിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ആകെ മുടക്കുമുതലായ $350 മില്യൺ സമീപത്ത് മാത്രമേ ഇതിനകം ചിത്രത്തിന്റെ ആകെ കളക്ഷൻ എത്തിയിട്ടുള്ളൂ. സാമ്പത്തിക വിജയത്തിലേക്ക് ഇനിയും ലാപ്സുകൾ ബാക്കിയാണ്. ലോകമെമ്പാടും ചിത്രത്തിന് ഗംഭീര പ്രതികരണമാണ് ലഭിച്ചു വരുന്നത്. ഐമാക്സ് തിയേറ്ററുകൾ, 4DX തിയേറ്ററുകൾ തുടങ്ങി സിനിമാറ്റിക് എക്സ്പീരിയൻസിനെ അതിന്റെ പീക്കിൽ അനുഭവിച്ചറിയാൻ സാധിക്കുന്ന തിയേറ്ററിലെ ടിക്കറ്റുകൾക്കായി പ്രേക്ഷകർ എന്ത് വിലയും കൊടുക്കാൻ തയ്യാറാവുന്ന സാഹചര്യം. എന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ ഇത്ര വലിയ തുക തിരിച്ചു പിടിക്കുമെന്ന വിമർശനങ്ങളും മറുവശത്ത് ഉയരുന്നുണ്ട്. പ്രൊഡക്ഷന് വേണ്ടി അനാവശ്യമായ ഇടങ്ങളിൽ പോലും പണം ചെലവാക്കിയെന്നതും മാർക്കറ്റിങ്ങിനായുള്ള അധിക ചെലവുകളും വിമർശനങ്ങളിൽ ഉൾപ്പെടും. എന്നാൽ ചിത്രീകരണത്തിലോ അതിന്റെ ക്വാളിറ്റിയിലോ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താത്തത് ചിത്രത്തിന്റെ ഏറ്റവും വലിയ നേട്ടമാണ്. സിൽവർസ്റ്റോണിലെ ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രീ ഉൾപ്പെടെ 2023ലും 2024ലുമായി നടന്ന യഥാർത്ഥ ഫോർമുല 1 കാർ റേസിംഗിന്റെ വീക്കെൻഡുകളിലാണ് ചിത്രം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. 5 മുതൽ 10 മിനിറ്റ് വരെ മാത്രം ദൈർഘ്യമുള്ള സ്ലോട്ടുകളിലാണ് യഥാർത്ഥ റേസിംഗിന്റെ ദൃശ്യങ്ങൾ ക്ലോഡിയോ മിറാൻഡ എന്ന ഛായാഗ്രാഹകനും ടീമും പകർത്തിയെടുത്തത്. അതിൽ തന്നെ സിനിമയുടെ ഓൺബോർഡ് ഉപയോഗത്തിനായി ആപ്പിളിന്റെ എഞ്ചിനീയറിംഗിന്റെയും പുത്തൻ സ്റ്റം ക്യാമറ മൊഡ്യൂളുകൾ ഡിസൈൻ ചെയ്തിരുന്നു. ഹൈപ്പർ റിയലിസ്റ്റിക് റേസിംഗ് എക്സ്പീരിയൻസ് ആണ് അതിലൂടെ പ്രേക്ഷകർക്ക് ലഭിക്കുന്നത്. സിനിമയുടെ ഭൂരിഭാഗവും റേസിംഗ് ഇവന്റുകൾ തന്നെയാണ്. ഡ്രാമയുടെ പാരലൽ ട്രാവൽ ഉണ്ടെങ്കിലും F1 വാഗ്ദാനം ചെയ്തതും സമ്മാനിച്ചതും അതിന്റെ അഡ്രിനാലിൻ പമ്പിംഗ് ഡ്രൈവിംഗ് സീക്വൻസുകളുടെ ടോപ്പ് ക്വാളിറ്റി വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്. സണ്ണി ഹൈൻസ് എന്ന റിട്ടയർഡ് റേസറിന്റെ തിരിച്ചുവരവും നേട്ടങ്ങളും പരാജയങ്ങളും പ്രേക്ഷകരിലേക്ക് എളുപ്പം കണക്ട് ചെയ്തെടുക്കുന്നിടത്താണ് കൊസിൻസ്കി അയാളുടെ പുത്തൻ പടത്തെ ലോക ക്ലാസുകൾക്കൊപ്പം ചേർത്ത് വെക്കുന്നത്. തുടക്കത്തിലെ ഓഡീഷൻ സീൻ മുതൽ തന്നെ അതിവേഗത്തിൽ പ്രേക്ഷകരുടെ ഞരമ്പുകളിലേക്ക് പാഞ്ഞു കയറുന്ന സിനിമയാണ് F1. ഭാവിയിലെ F1 ഫോർമാറ്റ് എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിനുള്ളിൽ അത് എങ്ങനെയായി മാറിയിരുന്നിരിക്കണം എന്ന ഹാമിൽട്ടന്റെ ചിന്തകൾ കൂടിയാണ് ചിത്രത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഫോർമുല 1 റേസിംഗിന്റെ വൈവിധ്യങ്ങളും ലൈംഗിക അസമത്വങ്ങളെയും നിരന്തരം വിമർശിക്കുന്ന താരമാണ് ഹാമിൽട്ടൺ. ഫിക്ഷണലായ ഒരു റേസിംഗ് APX എന്ന ടീമിലേക്ക് അത്തരം വൈവിധ്യങ്ങളെ കൂടിയാണ് അയാൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഫോർമുല 1ന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഏക കറുത്ത വർഗ്ഗക്കാരനാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ ലൂയിസ് ഹാമിൽട്ടൺ. മുഴുവൻ റേസിംഗ് ടീമുകളിൽ തന്നെ ഒരു കറുത്ത വർഗ്ഗക്കാരനെയോ സ്ത്രീയെയോ കണ്ടെത്താൻ കഷ്ടമാണെന്ന് ഹാമിൽട്ടൺ പറയുന്നുണ്ട്. റോയൽ അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗുമായി ഹാമിൽട്ടൺ കമ്മീഷൻ ചെയ്ത 2021 ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഫോർമുല 1 തൊഴിലാളികളിൽ 1% താഴെ പേർ മാത്രമേ കറുത്ത വർഗ്ഗക്കാരിൽ നിന്നോ മറ്റ് വംശീയ ന്യൂനപക്ഷ പശ്ചാത്തലങ്ങളിൽ നിന്നോ വന്നിട്ടുള്ളൂ. അത്തരം വിവിധ വിവേചനങ്ങളെ കൂടിയാണ് F1 ചോദ്യം ചെയ്തതും തിരുത്തിയതും. ചിത്രത്തിലെ കേറ്റ് എന്ന കഥാപാത്രം പറയുന്നത് പോലെ ഈ ലോകം മുഴുവനും അസാധ്യമെന്നും അതിബുദ്ധിയെന്നും പറഞ്ഞതിനെ തെറ്റാണെന്ന് കാണിച്ചു കൊടുത്ത ചിത്രം. ഫോർഡ് വേഴ്സസ് ഫെരാരിയും റഷും ചേർന്നൊരു അനുഭൂതിയാണ് F1 എന്നൊക്കെ നിരൂപണങ്ങളുണ്ട്. ഒരേ സമയം ഇമോഷണൽ വെയിറ്റും സിനിമാറ്റിക് പീക്കുകളും ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന പീക്ക് ലെവൽ തിയേറ്റർ എന്റർടൈനർ. ഹൈ വോൾട്ടേജ് റേസിംഗ് സീനുകൾക്ക് ഹാംസിമർ പശ്ചാത്തല സംഗീതത്തിലൂടെ നൽകുന്ന ഗിയർ ചേഞ്ച്. മിനിറ്റുകളുടെ ദൗർഭാഗ്യത്തിൽ ജീവിതത്തിൽ നിന്നും കാലം തട്ടിയെടുത്ത സ്വപ്നങ്ങൾക്ക് പുറകെ വീണ്ടും വീൽ കറക്കുന്ന സണ്ണി. സിമ്പിളാണ് അയാളുടെ നീഡ്സ്. ഒരുപക്ഷെ വേഗം കൂടുന്ന ഈ കാലത്തിന് മനസ്സിലാകാത്ത അത്ര ആഴമുള്ള മറ്റൊന്ന്. ടോപ്പ് ഗണ്ണിലെ മാജിക് കൊസിൻസ്കി വീണ്ടും ആവർത്തിക്കുമ്പോൾ വീണ്ടും കാണാൻ കൊതിപ്പിക്കുന്ന എക്സ്പീരിയൻസ് ആവുകയാണ് F1 മൂവി.